പാഠം 2. കയ്യെത്താക്കൊമ്പ് അങ്ങനെയൊന്നില്ല. പരിശ്രമം കൊണ്ട് നേടിയെടുക്കാനാകാത്തത് ഒന്നുമില്ല എന്ന ചിന്ത കുട്ടികളിൽ ഉറപ്പിക്കുന്ന പ്രചോദനാത്മകമായ ഒരു പാഠമാണിത്. പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ മൈക്കൽ ഫാരഡേയുടെ ജീവചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പാഠത്തിൻ്റെ ഉള്ളടക്കം. അത്യധികമായ ആഗ്രഹവും ദൃഢമായ ഇച്ഛാശക്തിയും നിരന്തരമായ പരിശ്രമവും കൊണ്ട് ഫാരഡെ ലോകമറിയുന്ന ശാസ്ത്രജ്ഞനായി മാറിയ കഥ. കയ്യെത്താക്കൊമ്പ് അങ്ങനെയൊന്നില്ല. പരിശ്രമം കൊണ്ട് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് തെളിയിച്ച ഒരു ബാലൻ്റെ കഥയാണിത്. ലണ്ടൻ നഗരത്തിൻ്റെ സമീപത്തുള്ള ഒരു ചേരിയിൽ ദരിദ്രനായ ഒരു കൊല്ലപ്പണിക്കാരൻ്റെ മകനായാണ് 1791 സെപ്റ്റംബർ 22 മൈക്കൽ ജനിച്ചത്. ആഴ്ചയിലൊരിക്കൽ കിട്ടുന്ന റൊട്ടിയായിരുന്നു ആകെയുള്ള ഭക്ഷണം. അവൻ അത് കൃത്യമായി 7 ദിവസത്തേക്കുമായി പകുത്തു വെച്ച് കഴിച്ചു. പതുക്കെ പതുക്കെ തെരുവിലായി ജീവിതം. എങ്കിലും തെരുവിൻ്റെ ദുർഗുണങ്ങളൊന്നും അവനെ ബാധിച്ചിരുന്നില്ല. അവൻ്റെ സ്വഭാവഗുണം കൊണ്ടായിരിക്കണം മിസ്റ്റർ ജോർജ് റിബോ അവനെ ശ്രദ്ധിച്ചത്. റിബോ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകശാല നടത്തിയിരുന്നു. കൊച്ചു മൈക്കലിനെ അവിടെ ബുക്ക് ബൈൻഡിങ്ങിനായി തിരഞ്ഞെടുത്തു. മൈക്കലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു അനുഗ്രഹമായിരുന്നു. സ്ഥിരമായ ഒരു തൊഴിലും വരുമാനവും എന്നത് മാത്രമായിരുന്നില്ല റിബോ കാട്ടിയ കാരുണ്യം കൊണ്ടുണ്ടായത്. പുസ്തകങ്ങളുടെ പുറംചട്ടകൾ മാത്രമല്ല, അകം കൂടി കാണാനും പഠിക്കാനും റിബോ അവനെ അനുവദിച്ചു, പ്രോത്സാഹിപ്പിച്ചു. ബൈൻഡ് ചെയ്യാൻ കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ അവൻ ഒഴിവു സമയങ്ങളിൽ വായിക്കാൻ തുടങ്ങി. അത് മനസ്സിൻ്റെ ഭക്ഷണമായി. 2 ഗ്രന്ഥം അവൻ്റെ ശ്രദ്ധ പ്രത്യേകം ആകർഷിച്ചു. മാർസറ്റിൻ്റെ രസതന്ത്രത്തിലെ സംഭാഷണങ്ങളും പിന്നെ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിലെ ഇലക്ട്രിസിറ്റിയെക്കുറിച്ചുള്ള ഭാഗങ്ങളും. പുസ്തകശാലയിൽ വരുന്നവർക്കെല്ലാം മൈക്കൽ പ്രിയങ്കരനായിരുന്നു. അവരിൽ ഒരാൾ ഒരു ദിവസം ഒരു സെറ്റ് ടിക്കറ്റ് അവന് കൊടുത്തു. റോയൽ സൊസൈറ്റിയിൽ സർ ഹംഫ്രി ഡേവിയുടെ പ്രസംഗം കേൾക്കാനുള്ള പാസുകളായിരുന്നു അവ. മൈക്കലിന് ഒരു നിധി കൈവന്ന പോലെയുള്ള സന്തോഷമുണ്ടായി. പുസ്തകങ്ങളിലൂടെ അവൻ സർ ഹംഫ്രി ഡേവിയെ പരിചയപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇതാ അദ്ദേഹത്തെ കാണാനും കേൾക്കാനുമുള്ള അവസരം കൈവന്നിരിക്കുന്നു. റോയൽ സൊസൈറ്റിയിൽ ഹംഫ്രി ഡേവി ചെയ്ത പ്രസംഗങ്ങൾ ഒരു വിദ്യാർത്ഥിയുടെ ശ്രദ്ധയോടെ മൈക്കൽ കേട്ടിരുന്നു. കേട്ടിരിക്കുക മാത്രമല്ല, അതിൻ്റെയെല്ലാം വിശദമായ കുറിപ്പുകൾ തയ്യാറാക്കുകയും ചെയ്തു. ശാസ്ത്ര സത്യങ്ങളുടെ ഇരുളടഞ്ഞ ഇടനാഴികളിലേക്ക് അറിവിൻ്റെ ആലക്തിക ദീപം തെളിക്കുന്ന ആ പ്രസംഗങ്ങൾ മൈക്കലിനെ ഹരം പിടിപ്പിച്ചു. മനസ്സിൽ ഒരു മോഹം അങ്കുരിച്ചു. സർ ഹംഫ്രിയെപ്പോലെ ഒരു ശാസ്ത്രജ്ഞനാകണം. എങ്ങനെ? പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടിയിട്ടില്ല. എന്തു ചെയ്യും? അവനിൽ നിന്ന് ഒരു ദീർഘനിശ്വാസമുയർന്നു. ഇല്ല, എത്താത്ത കൊമ്പിലാണ് താൻ കയ്യെത്തിക്കാൻ ശ്രമിക്കുന്നത്. തൊട്ടടുത്ത നിമിഷം അവൻ ചിന്തിച്ചു, അങ്ങനെ ഒരു കൊമ്പുണ്ടോ? ഒന്ന് ശ്രമിച്ചുകൂടെ? എത്തുമോ എന്ന് നോക്കാം, ചിലപ്പോൾ. ആ ചിന്തയോടെ അവൻ സർ ഹംഫ്രി ഡേവിയുടെ പ്രസംഗങ്ങൾ വൃത്തിയായി ടൈപ്പ് ചെയ്തു. അതിൻ്റെ ഒരു കോപ്പി അദ്ദേഹത്തിന് നേരിട്ട് അയച്ചു കൊടുത്തു. ഒപ്പം ഒരപേക്ഷയും. അദ്ദേഹത്തിൻ്റെ ലബോറട്ടറിയിൽ എന്തെങ്കിലും ഒരു ജോലി നൽകണം. പ്രതീക്ഷയില്ലായിരുന്നു. എന്നാൽ അവനെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ശാസ്ത്രജ്ഞൻ്റെ ക്ഷണം വന്നു. ഒരു വലിയ തുടക്കത്തിലേക്കുള്ള ക്ഷണമായിരുന്നു അത്. സർ ഹംഫ്രി ഡേവിയുടെ പരീക്ഷണശാലയിൽ കുപ്പികഴുകൽക്കാരനാവാൻ, അവിടെ കാവൽ നിൽക്കാൻ. അതിനിടയിലും മൈക്കിളിൻ്റെ നിരീക്ഷണശേഷി അവനെ പലതും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ അവനെ ചൂണ്ടിപ്പറഞ്ഞു, നീയാണ് എൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. പരിശ്രമത്തിന് ഫലമുണ്ടാകാതെ ഇരിക്കില്ലല്ലോ. ഇപ്പോൾ മൈക്കിൾ കുപ്പികഴുകൽക്കാരനല്ല, ശിഷ്യനാണ്. ആ ഗുരുവും ശിഷ്യനും ഒത്തുചേർന്ന് പ്രകൃതിയുടെ അജ്ഞാത രഹസ്യങ്ങൾ തേടി രാവുകൾ പകലുകളാക്കി. 1813 ഒരു യൂറോപ്യൻ പര്യടനത്തിൽ സർ ഹംഫ്രി ഡേവിയോടൊപ്പം മൈക്കൽ ഫാരഡേയും ക്ഷണിക്കപ്പെട്ടു. അതൊരു മഹാത്ഭുതമായി മൈക്കൽ കരുതി. ലണ്ടൻ നേരെ ചൊവ്വേ കണ്ടിട്ടില്ല. ഇപ്പോഴിതാ യൂറോപ്പ് മുഴുവൻ കാണാൻ പുറപ്പെടുന്നു. സൗഭാഗ്യത്തിൻ്റെ ആ ദിനങ്ങളിലൊന്നിൽ ഇറ്റലിയിൽ വച്ച് മൈക്കലിന് മഹാനായ അലസാൻഡ്രോ വോൾട്ടയെ കാണാൻ കഴിഞ്ഞു.
ഓൾട്ടയുമായുള്ള പരിചയം ഫാരഡെയുടെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവായി. യൂറോപ്യൻ പര്യടനം കഴിഞ്ഞ് ലണ്ടനിലെത്തിയ മൈക്കൽ ഫാരഡെ ഡേവിയെ സഹായിക്കുന്നതിനൊപ്പം സ്വന്തമായ ചില ഗവേഷണ പദ്ധതികളും നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ആലക്തിക രസതന്ത്രമായിരുന്നു ഫാരഡെ സ്വന്തമാക്കാൻ കണ്ട മേഖല. അവിടെ തൻ്റെ മാനസഗുരുവായി അയാൾ ഓൾട്ടയെ പ്രതിഷ്ഠിച്ചു. ആലക്തിക രസതന്ത്രം മാത്രമല്ല, മെറ്റലർജിയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയമായി. ഈ രണ്ടു മേഖലകളിലും ഫാരഡെ ഉരുത്തിരിയിച്ചെടുത്ത നിഗമനങ്ങൾ മാത്രം മതി ഒരു ഒന്നാംകിട ശാസ്ത്രജ്ഞനായി അദ്ദേഹം അറിയപ്പെടാൻ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആദ്യമായി രൂപപ്പെടുത്തിയത് ഫാരഡെയാണ്. വൈദ്യുതിക്ക് കാന്തിക ശക്തി ഉളവാക്കാൻ കഴിയുമെന്ന് പ്രമുഖരായ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരുന്നു. ഫാരഡെ അതിൻ്റെ മറുവശത്തെക്കുറിച്ച് ചിന്തിച്ചു. കാന്തിക ശക്തി കൊണ്ട് വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയുമോ? നീണ്ട 10 വർഷക്കാലം അതിനുവേണ്ടിയുള്ള ഗവേഷണങ്ങളിൽ അദ്ദേഹം മുഴുകി. ഇതിനിടയിലാണ് മോട്ടോറിൻ്റെ അടിസ്ഥാന തത്വം അദ്ദേഹം കണ്ടെത്തിയത്. കാന്തികത കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണമായ ഡൈനാമോ ഒരു യാഥാർത്ഥ്യമായി കലാശിച്ചതും ഈ ഗവേഷണത്തിൻ്റെ ഫലമായി തന്നെ ആയിരുന്നു. അതെ, കയ്യെത്താക്കൊമ്പ് അങ്ങനെയൊന്നില്ല.